ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാർച്ച് എക്സാമിനേഷന് വേണ്ടിയുള്ള ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ അല്പം ലെങ്തി ആവാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഇത് മാക്സിമം സ്പീഡിൽ പറഞ്ഞ് തീർക്കാൻ നോക്കാം. പിന്നെ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. ടോട്ടൽ 16 ചാപ്റ്റേഴ്സിൽ ഒരു 8 ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു 7 ചാപ്റ്റർ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ബാക്കി നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റേഴ്സിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ആദ്യത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ. അതിൽ വരുമ്പം മാച്ച് ബോക്സ് എന്ന ചാപ്റ്ററിൽ നോമിതയുടെ സാരി ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ടൈമിൽ നമ്മൾ നോമിതയുടെ ഫ്രണ്ട് ആണെങ്കിൽ നോമിതയ്ക്ക് എന്തൊക്കെ അഡ്വൈസ് കൊടുക്കും എന്നൊരു ചോദ്യമാണ് വരുന്നത് ഫസ്റ്റ്. അപ്പം നമ്മൾ പറയാണ് ഫസ്റ്റ് വൺ, ഐ തിങ്ക് യു ഷുഡ് ഹാവ് കൺട്രോൾ യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ ഒരു കൺട്രോൾ വേണമായിരുന്നു. വൈ കാൻ യു ഡിസ്കസ് ദ മാറ്റർ വിത്ത് യുവർ ഹസ്ബൻഡ്? അത് നിങ്ങൾക്ക് ഹസ്ബൻഡുമായിട്ടൊന്ന് ചർച്ച ചെയ്തുകൂടെ? ഇഫ് ഐ വെയർ യു ഐ വുഡ് നെവർ ലൈറ്റ് മൈ സാരി. നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സാരി കത്തിക്കില്ലായിരുന്നു. ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് ദാറ്റ് യു ഷുഡ് സെറ്റിൽ ദ മാറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. വീട്ടിൽ മറ്റു ആൾക്കാരുടെ സഹായത്തോടെ ഈ ഒരു മാറ്റർ സെറ്റിലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 4 അഡ്വൈസ് നമ്മൾ കൊടുത്തു. നിങ്ങൾക്ക് ബാക്കി എന്ത് റിലേറ്റഡ് എന്ത് അഡ്വൈസ് വേണമെങ്കിലും എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വുമൺ എംപവർമെൻറ്റ് ഷുഡ് ബിഗിൻ അറ്റ് ഹോം. Write 4 points to substantiate this statement in the light of the story Matchbox. വുമൺ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ എഗ്രി ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി ഉള്ള ഒരു 4 പോയിൻറ്റ്സ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, വുമൻസ് ഒപ്പീനിയൻ ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ബിഫോർ മേക്കിംഗ് എനി ഡിസിഷൻ. ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പും അവരുടെയും കൂടെ ഒപ്പീനിയൻ ഒന്ന് കേൾക്കാൻ വേണ്ടി ഒരു ഇത് നോക്കുക. സെക്കൻഡ് വൺ, വുമൺ ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ ദ അതർ ഫാമിലി മെമ്പേഴ്സ്. വീട്ടിലുള്ള കുടുംബത്തിലെ മറ്റ് അംഗങ്ങളാൽ വുമൺസിന് സപ്പോർട്ട് കൊടുക്കണം. വുമൺ ഫോം ദ ബാക്ക് ബോൺ ഓഫ് ദി ഫാമിലി ആസ് എ സാക്രിഫൈസ് എവറിത്തിങ് ഫോർ ദ ഫാമിലി മെമ്പേഴ്സ്. വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന വ്യക്തികളാണ് വുമൺസ്. വുമൺ ഷുഡ് നോട്ട് ബി സപ്രസ്ഡ് ബൈ ദ മെൻ ഇൻ ദ ഫാമിലി. വീട്ടിൽ പുരുഷാധിപത്യത്തിൻ്റെ പേരിൽ വുമൺ ഒരിക്കലും ഒരു സപ്രഷൻ ഫീൽ ചെയ്യാൻ പാടില്ല. അടുത്തതാണ്, സപ്പോസ് യു ഗെറ്റ് എ ചാൻസ് ടു ടോക്ക് ടു അജിത്, നോമിതാസ് ഹസ്ബൻഡ്, ആൻഡ് വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു ഹിം ടു മോർ കൺസിഡറേറ്റ് ടു ഹിസ് വൈഫ്? അജിത്തിന് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, യു ഹാവ് ബെറ്റർ സ്റ്റോപ്പ് റീഡിങ് യുവർ വൈഫ്സ് ലെറ്റർ. വൈഫിൻ്റെ ലെറ്റേഴ്സ് വായിക്കുന്നത് നിർത്തുക. ഐ വുഡ് സജസ്റ്റ് ദാറ്റ് യു ഷുഡ് സ്റ്റോപ്പ് ടീസിങ് യുവർ വൈഫ്. വൈഫിനെ കളിയാക്കുന്നത് നിർത്തുക. ഇഫ് ഐ വെയർ യു ഐ വുഡ് ബി മോർ കൺസിഡറേറ്റ് ടുവേർഡ്സ് നോമിത. ഞാനാണ് നിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ നോമിതയ്ക്ക് കുറച്ചുകൂടെ കൂടുതലൊരു പ്രയോറിറ്റൈസ് ചെയ്യും. വൈ ഡോണ്ട് യു ബി മോർ ഫ്രാങ്ക് വിത്ത് യുവർ വൈഫ്? വൈഫിനോട് കുറച്ചുകൂടെ ഒരു ജെനുവിൻ ആയിട്ടൊന്ന് പെരുമാറിക്കൂടെ? ഓക്കെ, നോമിത പ്രൂവ്സ് ഹെർ സെൽഫ് ടു എ മാച്ച് ബോക്സ്. അപ്പോൾ വൈ ദ ഓദർ കമ്പയർസ് നോമിത ഓർ ഇന്ത്യൻ വുമൻസ് ടു മാച്ച് ബോക്സസ്. അതുപോലെ തന്നെ നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച്, അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അടുത്തയാണ് വുമൺ എംപവർമെൻറ്റ്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് എസ്സേ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. വുമണിൻ്റെ ഒരു സഫറിങ്സും കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. സോ വുമൺ എംപവർമെൻറ്റ് ഇസ് പോസിബിൾ ഓൺലി വെൻ ദേ ആർ പ്രൊവൈഡഡ് വിത്ത് 3 Ls. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പും പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് വുമൺ എംപവർമെൻറ്റ് സാധ്യമാവുന്നത്. ബട്ട് വെൻ ദേ ആർ ഡിനൈഡ് ദ 3 Ls, they are born to suffer in the male dominated patriarchal society. And the best example is Nomida in the story Matchbox. And despite her vigor and integrity, Nomida is helpless and miserable in the joint family. Her views are neglected by her husband and other family members. If she was educated and had a paying job, she would not have been ignored. Men have an aggressive mentality when the women are not doing a well-paid job. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ഈ 3 Ls ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് ഒരു വുമണിന് കൊടുത്താൽ മാത്രമേ അവർക്ക് എംപവർമെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. എക്സാമ്പിൾ എന്ന് പറയുന്നത് മാച്ച് ബോക്സിലെ നോമിതയാണ്. കാരണം ജോലിയില്ല എങ്കിൽ തീർച്ചയായും ഒരു മെയിൽ ഡോമിനേറ്റഡ് പുരുഷാധിപത്യത്തിൻ്റെ കീഴിൽ അവർ സപ്രസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നോമിതയ്ക്ക് തീർച്ചയായും ഒരു നോമിതയുടെ ആയിട്ടുള്ള ഒരു തൻ്റേതായിട്ടുള്ളൊരു വോയിസും വ്യൂസും അവിടെ ഇല്ല, എല്ലാം നിഷേധിക്കപ്പെടുകയാണ്. പക്ഷേ അവൾ ഒരു കുറച്ച് എഡ്യൂക്കേറ്റഡ് ജോബൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഇഗ്നോറൻസ് അവൾക്കൊരിക്കലും ഫീൽ ആവില്ല. അതുപോലെ എപ്പോഴും ഒരു ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വുമൺസിന് എപ്പോഴും റെസ്പെക്റ്റ് കിട്ടും. അതാണ് പറയുന്നത്, ആൻ ഏണിംഗ് വുമൺ കമാൻഡ്സ് റെസ്പെക്റ്റ്. അവരുടെ വ്യൂസും അവരുടെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും എല്ലാം കൺസിഡർ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയേണ്ടത്. നെക്സ്റ്റ് ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, കാരണം ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ,
ഐ വിഷ് ദേ വെർ മോർ ഹൊറിഗലൂസ് ഇൻ ദിസ് വേൾഡ്. നമ്മുടെ സുധാമൂർത്തി ഹൊറിഗലു ചാപ്റ്ററിലേക്ക് വരികയാണ്. അവിടെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, രത്നയുണ്ട്, 2 ക്യാരക്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഹൊറിഗലൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ ഒരു പാരഗ്രാഫ് റൈറ്റ് ചെയ്യാൻ ചോദിക്കുന്നു. ദ വേർഡ് ഹൊറിഗലു ഇസ് ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബി എ വെയ്റ്റ്. ഒരു വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു കല്ലിനാണ് ഹൊറിഗലു എന്ന് പറയുന്നത്. ആൻഡ് സിംബോളിക്കലി ഇറ്റ് സിഗ്നിഫൈസ് എ പേഴ്സൺ വിത്ത് ഹൂം എവ്രി വൺ ക്യാൻ ഷെയർ ദ വെറീസ് ആൻഡ് സ്ട്രെസ്സസ്. എല്ലാവർക്കും അവരുടെ തൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഏതൊരു വ്യക്തിയെയും നമുക്ക് ഹൊറിഗലു ആയിട്ട് പറയാൻ കഴിയും. ദ കോണ്ടംപററി ജനറേഷൻ ഇസ് ഓവർബർഡൻഡ് വിത്ത് സോ മെനി പ്രോബ്ലംസ് ആൻഡ് സ്ട്രെയിൻസ് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഈസ് ഓഫ് ദീസ് വെറീസ് ആൻഡ് മേക്സ് എ ക്രിസ്റ്റൽ ക്ലിയർ മൈൻഡ്. കോണ്ടംപററി ജനറേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ ഒരു വ്യക്തിയെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. And if we continue to store all these discomforting emotions in our mind, it will overflow and cause so many psychic problems. നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ തന്നെ വെച്ച് ആരോടും ഷെയർ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് തന്നെ ഒരുപാട് മെൻ്റലി കുറേ ഇമോഷൻസും അല്ലെങ്കിൽ കുറേ അധികം പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് താങ്ങാൻ ഒരു ആളുണ്ടെങ്കിൽ അത് തീർച്ചയായും ഹെൽപ്ഫുള്ളാണ്. അവിടെയാണ് ഹൊറിഗലുവിൻ്റെ നീഡ് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഹൊറിഗലു എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളെല്ലാം ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റിയ നമ്മളെ തിരിച്ച് ജഡ്ജ് ചെയ്യാതെ, നമ്മൾ ചെയ്ത കുറ്റങ്ങളെല്ലാം പറയുമായിരിക്കും, പക്ഷെ നമ്മൾ തിരിച്ച് നമ്മളോട് ജഡ്ജ് ചെയ്യാതെ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കുന്ന ഒരു വ്യക്തിനെ ഹൊറിഗലു എന്ന് പറയാം. ഇപ്പോൾ റിയൽ ലൈഫ് ഹൊറിഗലൂസ് ആണ് ഗ്രാൻഡ് ഫാദറും രത്നയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അടുത്തത് എ സൈലൻറ്റ് ലിസണർ ക്യാൻ ബിക്കം എ സൂത്തിങ് ഫ്രണ്ട്. അതും സെയിം ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ഹൊറിഗലുവിൻ്റെ ഇമ്പോർട്ടൻറ്റ്. സുധാമൂർത്തി ഇസ് പെർഫെക്റ്റ്ലി റൈറ്റ് ഇൻ സെയിങ് ദാറ്റ് ദർ ഇസ് നോ ഗ്രേറ്റർ സിൻ ഇൻ ബെട്രയിങ് സമൺസ് കോൺഫിഡൻസ്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു പേഴ്സണൽ തിങ് മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ആ ഒരു കാര്യം ഷെയർ ആക്കപ്പെടും, അല്ലെ നമ്മളിൽ നിന്നും ഒരു കാര്യം മറ്റൊരാളിലേക്ക് ആരും അറിയണ്ട എന്ന രീതിയിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു പേഴ്സൺ അറിയും എന്നൊരു ചാൻസ് അവിടെ വരുന്നുണ്ട്. പക്ഷേ അവിടെയാണ് രത്ന എന്ന് പറയുന്ന ആളുടെ ഒരു ഇത് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഷെയറിങ്. നമ്മളെ വിശ്വസിച്ച ഒരാളുടെ കാര്യം പറയുകയാണ്, അത് ഒരിക്കലും മറ്റൊരാളുടെ അടുത്ത് പറയില്ല. ഓക്കെ, അങ്ങനെ പറയുന്നതാണ് ഏറ്റവും ചതി അല്ലെങ്കിൽ വഞ്ചന എന്ന് പറയുന്നത്. So when a person expresses his worries to you, she expects that their secret will not be passed over to another person and they have placed complete trust in you. By telling their problems to you, they expect some sort of relaxation in mind, but they don't expect the entire world to come to know about their problems. By sharing their secrets with another person, one is engaging in the rumor mongering, and which is a betrayal of their confidence. അടുത്തത് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന പല ചോദ്യങ്ങളും പറഞ്ഞാൽ ഒരു പാസേജ് എന്നിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് രത്നയുടെ ചോദിക്കാം, ഗ്രാൻഡ് ഫാദറിൻ്റെ ചോദിക്കാം, അതുപോലെ നോമിതയുടെ ചോദിക്കാം, നോമിതയുടെ ഹസ്ബൻഡ് അജിത്തിൻ്റെ ചോദിക്കാം. അങ്ങനെയുള്ള അതുപോലെ തന്നെ പല ചാപ്റ്ററിൽ നിന്ന് റോബർട്ട് ബാൽവിൻ അവർ ഓഫ് ട്രൂത്തിലെ റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, ഗ്രഷമിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുവാണെങ്കിൽ ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. രത്ന സുധാമൂർത്തിയുടെ കൊളീഗാണ്, മുംബൈയിലായിരുന്നു. രത്ന ഒരു മിഡിൽ ഏജ്ഡ് വുമൺ ആണ്. എവറി ഡേ ഡ്യൂറിങ് ദ ലഞ്ച് അവർ she would sit with some person and have long chats, and while chatting the other person would share their troubles with her. ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അവരുമായിട്ട് ഷെയർ ചെയ്യും. ഒരു ട്രെയിൻഡ് കൗൺസിലർ അല്ലെങ്കിൽ പോലും എല്ലാ പ്രശ്നങ്ങളും തുറന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു രത്നയോട്. ഒരു ജഡ്ജ്മെൻറ്റും കൂടാതെ രത്ന ഇത് കേൾക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരോട് സംസാരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. അടുത്ത ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടത് ഒരു ഹെഡിങ് ആണ്. ഹെഡിങ് ഈസ് എ മസ്റ്റ് ഫോർ ബ്ലോഗ്. പിന്നെ നെക്സ്റ്റ് ആ ഒരു പോയിന്റ് നമ്മുടെ അടുത്ത് ചോദ്യം ചോദിച്ചിരിക്കുന്നതാണോ അതിനനുസരിച്ചാണ് വരുന്നത്. ബ്ലോഗ് അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്ലോഗ് ചോദ്യവും പല വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഹൊറിഗലു എന്ന ആ ഒരു ടൈറ്റിലിൻ്റെ സ്യൂട്ടബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നതൊരു ചോദ്യം വരുന്നുണ്ട്. ടൈറ്റിൽ ഹൊറിഗലു ഇസ് വെരി ആപ്റ്റ് ടു ദ ലെസൺ. കാരണം എന്താണ്, ഇൻ ദിസ് ലെസൺ ദർ ആർ 2 മെയിൻ ക്യാരക്ടേഴ്സ്, ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന, ആൻഡ്
നമുക്ക് രണ്ടുപേരെയും ഒരുപോലെ ഹൊറിഗല്ലു ആയിട്ട് കമ്പയർ ചെയ്യാൻ കഴിയും. കാരണം ദേ ഗീവ്സ് എവ്രി വൺ ദ ഓപ്പർച്യൂണിറ്റി ടു റിലൈ ഓൺ ദം. It helps people to regain their strength. Both Redna and grandfather are good listeners. Both of them listens to others very carefully and people speak to them and find relaxation. Grandfather and Redna do to a tremendous social service. People can put down their burden on them and reduce depth of their troubles. So we can say that both of them serve like horigallu. അപ്പം ഗ്രാൻഡ് ആയാലും രത്ന ആയാലും രണ്ടുപേരും എന്താണ് സോഷ്യൽ സർവീസ് കൂട്ടാണ് ചെയ്യുന്നത്. വലിയൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇപ്പം ആളില്ല അല്ലേ? നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സത്യത്തിൽ ആൾക്കാരില്ലാത്ത സമയത്ത് അങ്ങനെ ഒരാൾ വരിക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഹൊറിഗല്ലു എന്നൊരു ആ ഒരു ടൈറ്റിലിൻ്റെ സ്യൂട്ടബിലിറ്റി പറയുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ പല തവണയായിട്ട് ചോദിച്ചു. കഴിഞ്ഞ എക്സാമിന് പോലും ചോദിച്ചതാണ് ടൈറ്റിൽ ഹൊറിഗല്ലുവിൻ്റെ ഇമ്പോർട്ടൻസ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ജേർണലിസ്റ്റാണ്, ഒരു 6 relevant ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് പോലും ചോദിച്ച ചോദ്യമാണ്. അതായത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക എന്നത്. ഇപ്പോൾ സുധാമൂർത്തിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും? ഒരു 6 ക്വസ്റ്റ്യൻസ് എഴുതുക എന്നതാണ്. ഇവിടെ 6 ചോദ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വേണം എന്നുള്ള ചോദ്യം. അപ്പം അതായത് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷനാണ് മാക്സിമം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത. സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ഒരു ആൻസറാണ്. അതായത് നേരത്തെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തായിട്ട് ഒരു ആൻസർ വരുന്നില്ല. സ്റ്റുഡൻസിനെ മാക്സിമം ഇൻവോൾവ് ചെയ്യിക്കുക എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, സോ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സുധാമൂർത്തിയോട് ചോദിക്കാൻ നമുക്ക്. യു ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ എ വില്ലേജ്. വൈ ഡു യു ഫീൽ അബൌട്ട് യുവർ വില്ലേജ് ലൈഫ്? വില്ലേജ് ലൈഫിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അടുത്ത, ഹൂ ഇൻഫ്ലുവൻസ് യു ദ മോസ്റ്റ് ഇൻ ലൈഫ്? അത് നമുക്ക് സ്ഥിരം എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി ആരാണ്? നിങ്ങൾ ഈ എഴുത്തിലേക്ക് തിരിഞ്ഞത് എങ്ങനെയാണ്? ഗ്രാൻഡ് ഫാദർ നിങ്ങളുടെ റോൾ മോഡൽ ആയിരുന്നു. എങ്ങനെയാണ് ഒരു ഡൊമസ്റ്റിക് കോറസും എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ത്തിൻ്റെ ഇടയ്ക്ക് എഴുതാൻ തന്നെ നിങ്ങൾ സമയം കണ്ടെത്തിയിരുന്നത്? ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണോ? മിയർ ലിസ്ണിങ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റിയത്? അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ വരുന്നതാണ് റിപ്പോർട്ടിംഗ് ദ കോൺവെർസേഷൻ വരുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നു. അതുപോലെ കോൺവെർസേഷൻ റൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം വരുന്നത്, വുമൺ ഡിസേർവ് ഇക്വാളിറ്റി ആൻഡ് നോട്ട് റിസർവേഷൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരികയാണ്, അതിനെ ആർഗ്യൂ ചെയ്തും അതിനെ ആർഗ്യൂ എഗെയിൻസ്റ്റുമായിട്ട് ചോദ്യങ്ങളാണ്. നമ്മൾ ആർഗ്യൂ ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് വേണമെങ്കിൽ പറയാം, നമുക്ക് വുമൺസിനും മെന്നിനെ കൂട്ട് തന്നെ എക്സൽ ചെയ്യാൻ കഴിയും. അവർക്ക് റിസർവേഷൻ വേണ്ട, പകരം അവർക്ക് ഈക്വൽ സ്റ്റാറ്റസ് കൊടുത്താൽ മതി. സൊസൈറ്റിയിൽ അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യാൻ കഴിയും. അടുത്ത എഗെയിൻസ്റ്റ്, ഇതിനെതിരായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ടുഡേയ്സ് സൊസൈറ്റിയിൽ വുമൺസിന് റിസർവേഷൻ വേണം. എങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു ഒഴിച്ചു മാറ്റി നിർത്തുന്ന ആ ഒരു ഷാക്ലെസ് ഓഫ് എക്സ്ക്ലൂഷനിൽ നിന്നും പുറത്ത് വന്ന് ഒരു കറൻറ്റ് സൊസൈറ്റിയിലെ ഒരു ഫേസായി, ഒരു മുഖചിത്രമായി മാറാൻ കഴിയൂ. വുമൺ സംടൈംസ് ലാക്ക് കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പീറ്റൻസ്. കമന്റ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ്. സ്ത്രീകൾക്ക് പല സമയത്തും അവരുടെ ഒരു കോൺഫിഡൻസ് കുറയും. പല സമയത്ത് ഒരു സ്റ്റേജിൽ കയറി നിന്ന് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു സൊസൈറ്റീനെ ലീഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പല സമയത്ത് കുറയുന്നു. എന്തുകൊണ്ടാണ്? ദേ നീഡ് ഇനഫ് ഓപ്പർച്യൂണിറ്റി ടു ഐഡൻറ്റിഫൈ അതായത് കാരണം ഒരു ഫസ്റ്റ് ടൈം എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിലൊരു കോൺഫിഡൻസ് കുറവായിരിക്കും അല്ലേ? അപ്പോൾ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അവരുടെ ടാലൻസും കാര്യങ്ങളും എല്ലാം ഷോ അപ്പ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അവർ ഒരിക്കലും അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കില്ല. ആൻഡ് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ്. ആ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ആദ്യം മാറ്റിയെടുക്കണം. അതാണ് ഫസ്റ്റ് വേണ്ടത്. ആൻഡ് മോർ ഓവർ ദേ ഷുഡ് ഡെയർ ടു ടേക്ക് ദ റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദ കംഫർട്ട് സോൺ. അവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് വരണം അവർ. എങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. They could attain empowerment and succeed in life only if they realize they lost confidence. അവർക്ക് അവരുടെ കോൺഫിഡൻസ് നഷ്ടമായി എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായാൽ മാത്രമേ അവർക്ക് അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് ടോർച്ച് ബിയറേഴ്സായി മാറാൻ കഴിയൂ. അടുത്തത് പറയുന്നത് ഒരു ഡിബേറ്റ് ആണ് NSS യൂണിറ്റിൻ്റെ വക.
വുമൺ എംപവർമെൻറ്റ് ഇസ് ദ only വെപ്പൺ ടു അബോളിഷ് ഡൗറി സിസ്റ്റം. സ്ത്രീധനം എന്ന പ്രശ്നങ്ങൾ മാറ്റണമെങ്കിൽ വുമൺ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണം വേണം എന്നതാണ്. ആൻഡ് ഇമാജിൻ ദറ്റ് യു ആർ വൺ ഓഫ് ദ ഡിബേറ്റേഴ്സ് ഫേവറിങ് ദ ടോപ്പിക്. ആ ടോപ്പിക്കിനെ ഫേവർ ചെയ്യുന്ന ഒരു വ്യക്തി. ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഫേവറും ചെയ്യും അൺഫേവറും ചെയ്യും അല്ലേ. റൈറ്റ് യുവർ ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവറിങ് ആൻഡ് ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 4 points. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. 4 points വരുമ്പം എന്തൊക്കെ പറയാം? റീസെൻറ്റ് സർവേയിൽ പറയുന്നു, ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ഹാസ് റിവീൽഡ് ദാറ്റ് there are many reasons for domestic violence, and although dowry system is legally abolished in all states in India, it still remains an integral part of every wedding agreement. And in order to salvage our women folk from its painful entanglement, I call on lawmakers to enact stricter punishment for demanding or accepting dowry. Secondly, an enforcement body comprising mainly female cops should be in place to secretly monitor whether any woman is silently suffering in any household for reasons of dowry. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് വെച്ചാൽ, ഒന്നെന്ന് പറയണത്, അതായത് എന്തെങ്കിലും ഒരു പുതിയ ലോസ് കൊണ്ടുവരിക, ഇതെല്ലാം ഈ ഡൗറി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സ്ട്രിക്റ്റർ പണിഷ്മെൻറ്റ് കൊണ്ടുവരിക. അതുപോലെ അടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കാൻ പറ്റിയ രീതിയിൽ അങ്ങനൊരു കാര്യം കൊണ്ടുവരിക. അടുത്തെന്ന് പറയുന്നത് ഒരു മിനിമം ഏജ്, വുമൺ മാരേജിനൊരു മിനിമം ഏജ് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഫൈനലി നമുക്ക് പറയാം വുമൺസിനൊരു സെൽഫ് കോൺഫിഡൻസും അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചതിന് ശേഷം മാത്രം അവർ ഒരു മാരേജ് അല്ലെങ്കിൽ അങ്ങനെ പോവുക, അങ്ങനെ ഒരു തിങ്കിങ്. അപ്പോൾ ഒരു ഡിബേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 4 points പറയുക എന്ന രീതിയിലാണ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. അതുപോലെ അടുത്തൊരു എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ വുമൺ ഗെറ്റ് ദ സ്പേസ് ഫോർ ദേ ഡിസേർവ് ഇൻ സൊസൈറ്റി. ലേണിംഗ് ഹെൽപ്സ് വുമൺ ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്ലിസ് ഓഫ് എക്സ്ക്ലൂഷൻ. നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. എഡ്യൂക്കേറ്റഡ് വുമൺ ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്രസ് ദെയർ വ്യൂസ് ആൻഡ് ഐഡിയാസ് ഇൻ പബ്ലിക്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ചെയ്യുന്ന തുല്യ വേതനം വേണം തുല്യ ജോലി ചെയ്യുന്നതിന്. അതുപോലെ ചില സ്ഥലത്തുണ്ട് സ്ത്രീകളാണ് ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ കുറച്ചായിരിക്കും ശമ്പളം, അതേ ജോലി പുരുഷന്മാരാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ശമ്പളമായിരിക്കും. അത് പാടില്ല, അത് ഡിസ്ക്രിമിനേഷനാണ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. എഡ്യൂക്കേറ്റഡ് വുമൺ ഫ്രം റൂറൽ ഏരിയാസ് ഹാവ് ബിക്കം ദ പ്രൊമിനൻറ്റ് ഫിഗേഴ്സ് ഓഫ് ദ സൊസൈറ്റി. റൂറൽ ഏരിയാസിൽ നിന്നുമുള്ള എഡ്യൂക്കേറ്റഡ് വുമൺസ് ആണ് ഒരു പ്രൊമിനൻറ്റ് ഫിഗേഴ്സായി മാറിയിരിക്കുന്നത് ഇന്നത്തെ സൊസൈറ്റിയിൽ. ഇത്രയും കാര്യങ്ങളാണ് വുമൺസിൻ്റെ എല്ലാം വരുന്നത്. നെക്സ്റ്റിലേക്ക് വേഗം പോവാം. ടൈം ഈസ് ഗെറ്റിംഗ് ഓവർ. ഓക്കെ, അടുത്തതും ഒരു വുമൺ എംപവർമെൻറ്റിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. റോൾ പ്ലേഡ് ബൈ വുമൺ ഇൻ ദ പ്രോഗ്രസ് ഓഫ് ദ നേഷൻ. നേഷൻ്റെ പുരോഗതിക്ക് വേണ്ടി വുമൺസ് എന്തൊക്കെ റോൾസ് ചെയ്യുന്നു എന്നതാണ് ഒരു ചോദ്യം. എഡ്യൂക്കേറ്റഡ് എംപവേർഡ് വുമൺ ക്യാൻ പ്ലേ എ മേജർ റോൾ ഇൻ ബിൽഡിംഗ് എ സ്ട്രോങ് നേഷൻ. വിദ്യാഭ്യാസമുള്ള സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വുമൺസിന് ഒരുപാട് മേജർ കാര്യങ്ങൾ ഒരു നേഷൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് നേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ കഴിയും. ലേണിംഗ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് മേക്സ് വുമൺ മോർ ലിബറേറ്റഡ്. ഇന്ത്യൻ വുമൺ ഹാവ് സഫേർഡ് അണ്ടർ ദ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി ഫോർ സെവറൽ സെഞ്ച്വറീസ്. ഒരുപാട് സെഞ്ച്വറീസിലായിട്ട് ഇന്ത്യൻ വുമൺസ് ഒരു മെൻ ഡോമിനേറ്റഡ് സൊസൈറ്റീൻ്റെ കീഴിലായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് ദേ ബി എമാൻസിപ്പേറ്റഡ്. അതായത് ലീഗലി ഫ്രീ ആകാൻ ഉള്ള ടൈം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ഇഫ് ഇന്ത്യ ഈസ് ടു മേക്ക് പ്രോഗ്രസ് ആൻഡ് റീച്ച് ദ ലെവൽ ഓഫ് എ സൂപ്പർ പവർ, ഹർ വുമൺ ഓട്ട് ടു ബി എംപവേർഡ്. ഇന്ത്യ ഇപ്പോൾ GDP-യിലായാലും 8.4% ഗ്രോത്തിലൊക്കെ എത്തിയിരിക്കുന്ന ഈ സമയത്തും ഇന്ത്യ ഒരു സൂപ്പർ പവറായിട്ട് മാറുന്ന സമയത്ത് ഇന്ത്യയിലെ വുമൺസ് എന്തുകൊണ്ട് എംപവർ ആകുന്നില്ല എന്ന ചോദ്യം വരും. അപ്പോൾ ഇന്ത്യയിലെ വുമൺസ് തീർച്ചയായും എംപവർ ആയേ പറ്റൂ. വുമൺ കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 50% ഓഫ് അവർ ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിൽ സ്ത്രീകളെന്ന് പറയുന്നത് 50% വരും. അപ്പോൾ അവരുടെ ലേണിംഗ് കുറവ്, അതുപോലെ അവർ എക്കണോമിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുമ്പോൾ എത്രത്തോളം നഷ്ടമാണ് വരുന്നത് എന്നത് നോക്കണം. അൺലെസ് വുമൺസ് പൊട്ടൻഷ്യൽ ഈസ് പ്രോപ്പർലി യൂസ്ഡ്, അവർ നേഷൻ കനോട്ട് ബിക്കം ആൻ എക്കണോമിക് സൂപ്പർ പവർ. സൂപ്പർ പവർ എത്ര GDP നമ്മൾ നേടിയാലും
ഒരു വുമൺ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള വുമൺസിൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ഒരിക്കലും എക്കണോമിക് സൂപ്പർ പവർ റിയൽ ആയിട്ട് ആകുന്നില്ല. In order to ensure the emancipation of women, learning should be imparted to them. വുമൺസിൻ്റെ ആ ഒരു എമാൻസിപ്പേഷൻ, അതായത് ലീഗലി അവർക്കൊരു ഫ്രീഡം കൊടുക്കണമെങ്കിൽ ആദ്യം അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. എഡ്യൂക്കേറ്റഡ് ആയിട്ട് വുമൺസിന് മാത്രമേ വർക്ക് ഫോഴ്സിൽ എൻഗേജ് ചെയ്യാൻ കഴിയൂ. ആൻഡ് അതുപോലെ തന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്കും ഈക്വൽ ഇൻഹെറിറ്റൻസും അവർക്ക് കൊടുക്കണം. ഇൻഹെറിറ്റൻസ് മീൻസ് പാരമ്പര്യമായിട്ട് കൊടുക്കുന്ന പല സ്ഥലത്തും ഒരു ഇതുണ്ടായിരുന്നു, അതായത് വീട്ടിലുള്ള ആൺകുട്ടികൾക്കായിരിക്കും സ്വത്തുകളും കാര്യങ്ങളും കൊടുക്കുന്നത്. അങ്ങനെ പാടില്ല. ഒരു ഈക്വൽ ഇൻഹെറിറ്റൻസ് കൊടുക്കണം. അതുപോലെ ജെൻഡർ ഗ്യാപ്സ് എലിമിനേറ്റ് ചെയ്യുക. വുമൺസ് പോസസ് ട്രെമൻഡസ് ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽസ്. അവർക്ക് ഒരു നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ് അവരുടെ ആ ഒരു കഴിവും പൊട്ടൻഷ്യലും. പക്ഷെ അവർക്ക് പുറത്ത് കൊണ്ടുവരാനുള്ള അവസരം കുറവാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്. ദേ ആർ കേപ്പബിൾ ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്. നമ്മളുടെ വീട്ടിലായാലും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഫോർസൈറ്റ് ആണല്ലേ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുൻകൂട്ടി അത് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന ഒരു ഫോർസൈറ്റ്നെസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രേറ്റ് ഡിസിഷൻസ് മേക്കപ്പ് ചെയ്യാൻ കഴിയുമെന്നതാണ് മറ്റൊരു കാര്യം. അതുപോലെ അവരുടെ കംഫോർട്ട് സോൺസിൽ നിന്നും അവർ വെളിയിൽ വരട്ടെ എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ സെയിം ഒരു വുമൺ എംപവർമെൻ്റ് ആണ്. ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് എനി വുമൺ എന്നൊരു പോയമാണ്. എനി വുമൺ എന്ന പോയം അപ്രീസിയേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ പോയം കാതറിൻ ടൈനാനാണ് എഴുതിയത്. ആൻഡ് ഒരു ഐറിഷ് ബോൺ റൈറ്ററാണ്. ഹ്യൂമൻ സിമ്പതിയും കീൻ ടെൻഡർ വാം കോൺസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും അവരുടെ പോയിൻറ്റ്സിലെല്ലാം വരുന്നത്. ഈ ഒരു പോയം എനി വുമൺ ഒരു വുമണിൻ്റെ എല്ലാ എംബ്രൈസിങ് പവർ, ഒരു ഫാമിലീനെ ടുഗദർ ടൈ അപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് ഈ ഒരു പോയം. ആൻഡ് വുമൺ ഡു ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ദിയർ ഫാമിലി ആൻഡ് ചിൽഡ്രൻ. കുടുംബത്തിനും അതുപോലെ തന്നെ തൻ്റെ കുട്ടികൾക്കും വേണ്ടിയാണ് എപ്പോഴും സ്ത്രീകൾ നിലകൊള്ളുന്നത് എന്നതാണ് ഈ പോയം പറഞ്ഞു വെക്കുന്നത്. ആൻഡ് ദേ സാക്രിഫൈസ് ദിയർ കംഫർട്ട്സ് ഫോർ ദിയർ ഫാമിലി. അവരുടെ എല്ലാ വിധത്തിലുള്ള സുഖങ്ങളും കംഫർട്ടും കാര്യങ്ങളും എല്ലാം സാക്രിഫൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഫാമിലിക്ക് വേണ്ടിയും ചിൽഡ്രന് വേണ്ടിയും. അവർ എപ്പോഴും ഫാമിലിനെ സപ്പോർട്ട് ചെയ്യും. ബട്ട് ആസ് ഇറ്റ് ഹാപ്പൻസ് ഇൻ സോ മെനി കേസസ് ദേ ആർ ഓഫൺ നോട്ട് സപ്പോർട്ടഡ് ബൈ ദ മെൻ ഫോക്ക്. പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് തിരിച്ചൊരിക്കലും ഒരു സപ്പോർട്ടും ഈ മെൻ ഫോക്ക്, അതായത് പുരുഷന്മാരിൽ നിന്നും തിരിച്ചു കിട്ടുന്നില്ല. ആൻഡ് ഇൻ ദിസ് പോയിന്റ് ദ വുമൺ ഈസ് കമ്പയർഡ് ടു ദ പില്ലേഴ്സ് ഓഫ് എ ഫാമിലി. നമ്മളുടെ കുടുംബത്തിലെ നെടുതൂൺ ആയിട്ടാണ് നമ്മളുടെ കുടുംബത്തിലെ അമ്മമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ കണക്കാക്കുന്നത്. She works for her children and because she believes that without a mother, good children cannot be shaped. അമ്മയുടെ ഹെൽപ്പ് ഇല്ലാതെ ഒരിക്കലും ഒരു ഗുഡ് ചിൽഡ്രന് ആയിട്ട് ഒരു കുട്ടിയും മാറാൻ പാടാണ്. കാരണം അമ്മ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഷേപ്പിംഗ് ദ ചിൽഡ്രനെല്ലാം. ആൻഡ് ഇൻ ഹർ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ തറ തൊട്ട് മുകൾ വരെ എല്ലാ കാര്യത്തിലും അമ്മ ഒരു വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് ഷീ ഹാസ് ടു ഡു ഓൾ തിങ്സ്. ഷീ സ്റ്റാൻഡ്സ് ആസ് എ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ്. എല്ലാ ഡേഞ്ചേഴ്സിനും എതിരെ ഒരു വാളായിട്ട് നിൽക്കും. വിൻഡും സ്നോയും ഇങ്ങനെയുള്ള ട്രബിൾ. വിൻഡും സ്നോയും എന്ന് ഉദ്ദേശിക്കുന്ന ഫാമിലിയിലുള്ള ട്രബിൾസും കാര്യങ്ങളാണ്. അതിനെല്ലാം എതിരായിട്ടൊരു ഡോറായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ പോയത്തിൻ്റെ എൻഡിലേക്ക് വരുമ്പം എന്താണ് പറയുന്നത്, ഗോഡിനോട് പ്രാർത്ഥിക്കുകയാണ് ഒരു വുമൺ. എന്തിനാ? ദാറ്റ് ഷീ ഷുഡ് ബി അലൗഡ് ടു ഗോ ഓൺ ലിവിങ് ടിൽ ഹർ ചിൽഡ്രൻ ഗ്രോ അപ്പ്. ആ കുട്ടികൾ വളർന്ന് അവർ ഒരു സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന ഒരു ടൈം ആവുന്നവരെങ്കിലും അവർക്ക് ജീവൻ നൽകണമേ, അല്ലെ ജീവൻ കൊടുക്കണമേ എന്ന ഒരു പ്രാർത്ഥനയിലാണ് ഈ പോയം ലാസ്റ്റ് അവസാനിക്കുന്നത്. ഈ പോയത്തിന് ഇത്രയും നമ്മൾ കഥ പറഞ്ഞു. ഇനി അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം പോയം എഴുതിയ ആളെക്കുറിച്ച് പറയുന്നു, പിന്നെ പോയത്തിൻ്റെ ആ ഒരു തീം പറയുന്നു, അതിനുശേഷം പോയത്തിനെ കുറിച്ച് പറയുകയാണ്. 6 സ്റ്റാൻസാസ് ഉണ്ട്. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസാണുള്ളത്. സിമ്പിളായിട്ടുള്ള വേർഡ്സും കാര്യങ്ങളുമാണ്, ഈസിയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ.
ഫസ്റ്റ് പേഴ്സൺ നറേഷനിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ പോയം റൈം എന്ന് പറയുന്നത് എ ബി എന്ന ഒരു റൈമിങ് സ്കീമാണ്. പോയം റീട്രേറ്റ്സ് ചെയ്യുന്നത് എല്ലാ വുമണും ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും വുമൺ ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്നു എന്നതാണ്. ഒരു ക്വസ്റ്റ്യനിലാണ് ഈ ചോദ്യം വരുന്നത്. അതായത് ഡു വുമൺ ഷെയർ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് മെൻ? പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ഒരു ഈക്വൽ സ്റ്റാറ്റസ് വെയറപ്പ് ചെയ്യുന്നുണ്ടോ എന്നതാണ് ഒരു ചോദ്യം. വുമൺ ഓൾവേസ് വർക്ക് ഫോർ ദിയർ ഫാമിലി ആൻഡ് ബട്ട് ദേ നെവർ ഗെറ്റ് എനി വേജ് ഓർ സാലറി ഫോർ സച്ച് വർക്ക്സ്. വീട്ടിൽ നമ്മുടെ അമ്മമാർ ചെയ്യുന്ന ജോലി എന്താണ് നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മതി. അച്ഛൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി അമ്മ വീട്ടിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കൊരിക്കലും ഒരു റെമ്യൂണറേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. സോ നമ്മൾ ഒരിക്കലും അവരെ തള്ളിപ്പറയാൻ പാടില്ല. അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലുള്ള പോയത്തിൽ ഓരോ വരികൾ തന്നിട്ട് ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുണ്ട് ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് അങ്ങനെയുള്ള. അതുപോലെ ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർട്ട്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. അവിടെ സ്പീക്കർ ആരാണ്? വുമൺ, മദർ, പോയറ്റ്. ഇതിൽ മൂന്നും ആൻസർ തന്നെ വരും. ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫോർ ആണ്. അതുപോലെ ഫൈൻഡ് ദി ഇമേജ് ഓർ ഫ്രേസ് ദാറ്റ് കൺവേസ് ദ ഐഡിയാസ് ഓഫ് ലൈഫ്ലിനെസ് ആൻഡ് ഇനാക്ടിവിറ്റി. കോൾഡർ ദാൻ എ സ്റ്റോൺ എന്നതാണ്. മെയിൻ ഐഡിയ എന്താണ് എന്നുള്ളതൊക്കെ വരുന്നു. The point here is that if her warmth which perpetuates life on earth, her warmth of fertility stands for the coldness of the barrenness of the earth. അടുത്തത് the poem Any Woman portrays a typical housewife ആണ്. Note down your views. So it confine the traditional family structure. Take me not the children grow. Write a critical comment on the depth of the maternal love in the light of your understanding of this line. അതായത് വുമൺസിൻ്റെ പ്രത്യേകത, അമ്മ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ അമ്മയുടെ റോൾ എന്താണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരാൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത പറയുമ്പം നമ്മുടെ മെൻറ്റിംഗ് വാൾ, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻറ്റിംഗ് വാൾ എന്ന ചാപ്റ്ററിൽ നിന്നുമുള്ള ചോദ്യമാണ്. ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നൊരു ഇതിലാണ് വരുന്നത്. അതിൽ വരുമ്പം നല്ല എപ്പോഴും നമ്മൾ പറയത്തില്ലേ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിന്നാൽ എപ്പോഴും ആ ഒരു ബന്ധം നിലനിൽക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഇവിടുത്തെ നെയ്ബറും നിലകൊള്ളുന്നത്. അതായത് ഫെൻസസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല നെയ്ബേഴ്സായിട്ട് നിൽക്കാൻ കഴിയും എന്നാണ് നെയ്ബർ ഈ ഒരു പോയത്തിലെ അതായത് പോയറ്റിൻ്റെ നെയ്ബർ വിശ്വസിക്കുന്നത് എന്നാണ് വരുന്നത്. അതുപോലെ ഇവിടെയും പോയത്തിലായാലും നമ്മുടെ അല്ലാത്ത സ്റ്റോറീസിലായാലും ഒരു എക്സേർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻസസ് തന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് മോഡലിൻ്റെ ചോദ്യ പേപ്പറിലും വന്നിരിക്കുന്നത്. പിന്നെന്താ ഇവിടെ ഒരു പോയത്തിൻ്റെ ലൈൻ തന്നിട്ടുണ്ട്. ഐ സീ ഹിം ദെയർ ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്ഡ് ഫേംലി ബൈ ദ ടോപ്പ് ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് എൻ ഓൾഡ് സ്റ്റോൺ സാവേജ്. ഇവിടെ who is mentioned here as an old stone savage armed. പോയറ്റിൻ്റെ നൈബറിനെയാണ് അങ്ങനെ പറയുന്നത്. ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിരിക്കുന്നത് സിമിലി ആണ്. ഓക്കെ, സംതിങ് ദാറ്റ് ഡസൻ ലവ് എ വാൾ സീസ് റോബർട്ട് ഫ്രോസ്റ്റ്. വാട്ട് ഈസ് ദാറ്റ്? എന്തിനാണ് ഈ ഒരു ചോദ്യം മോഡലിനുള്ളതാണ്. എന്തിനാണ് ആക്ച്വലി വാൾ ഇഷ്ടപ്പെടാഞ്ഞത്? റോബർട്ട് ഫ്രോസ്റ്റിനല്ലാതെ വേറെ ആർക്കൊക്കെയാണ് വാൾ ഇഷ്ടപ്പെടാഞ്ഞത്? ഇപ്പോൾ ഒന്നാമത്തത് ഫ്രോസൺ ഗ്രൗണ്ട് അല്ലേ, തണുത്തുറഞ്ഞ ആ ഒരു തറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല വാള്, അത് ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞു വീഴും. അടുത്ത ഹണ്ടേഴ്സിൻ്റെ ആക്ടിവിറ്റി, വേട്ടക്കാർ അവരുടെ ആ ഒരു ഡോഗിന് കൊടുക്കാൻ വേണ്ടി റാബിറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അതിലെ കൂടെ ചാടി പോകുമ്പോൾ ആ വാള് മറിഞ്ഞു വീഴുന്നു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ബ്രിങ് ഔട്ട് ദ ഐഡിയ കൺവേ ഇൻ ദ ഫോളോയിങ് ലൈൻസ്. ബിഫോർ ഐ ബിൽറ്റ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ വാട്ട് ഐ വാസ് വാളിങ് ഇൻ ഓർ വാളിങ് ഔട്ട്. ഓക്കെ, നമ്മളൊരു മതിൽ കെട്ടുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ മതിലിനുള്ളിലാണോ മതിലിന് പുറത്താണോ എന്നൊരു ചോദ്യമുണ്ട്. വാളിങ് ഇൻ ഓർ വാളിങ് ഔട്ട്. നമ്മൾ മതിൽ കെട്ടി നമ്മൾ സെൽഫ് ഐസൊലേറ്റ് ആവുകയാണോ അതോ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് മാറുകയാണോ അല്ലെ മറ്റുള്ളവരെ അകറ്റി നിർത്തുകയാണോ? അങ്ങനൊരു ചോദ്യമാണ് വരുന്നത്. ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, എലാബറേറ്റ് ദ ഐഡിയ ഇൻ പാരഗ്രാഫ് എന്നൊരു ചോദ്യം വരാം. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ഡു യു തിങ്ക് ദാറ്റ് ഗുഡ് റിലേഷൻഷിപ്പ് എമംഗ് ഗുഡ് ഹ്യൂമൻ ബീങ്സ് നീഡ് എ വാൾസ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം.
അടുത്ത കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ് ആൻഡ് ഹിസ് നെയ്ബേഴ്സ്. ഓക്കെ, പോയറ്റിൻ്റെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ നെയ്ബറിൻ്റെ ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഒരു കമ്പാരിസണും കോൺട്രാസ്റ്റ് ഐഡിയാസും കാര്യങ്ങളും ചോദിക്കും. ഒരു റൈറ്റപ്പ്, ഈ വോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണ് വോളിന് ആക്ച്വലി ആവശ്യമുണ്ടോ എന്നിട്ട് റൈറ്റപ്പ് ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അടുത്തയാണ് ഒരു അനൗൺസ്മെൻറ്റ് മേക്കപ്പ് ചെയ്യാൻ. ഇത് ആക്ച്വലി നമ്മുടെ അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വെർഗാസ് അമിഗോ ബ്രദേഴ്സ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ് വരുന്നത്. അനൗൺസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. അതുപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ ചോദിക്കും. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഈ ഒരു ചാപ്റ്ററിലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ അവർ ഓഫ് ട്രൂത്തിലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രത്യേകതയും എന്തൊക്കെയാണ്, ഈ ഒരു എൻറ്റയർ സ്റ്റോറി റൈറ്റപ്പ്, അതായത് അവർ ഓഫ് ട്രൂത്തിലെ എൻറ്റയർ സ്റ്റോറി റൈറ്റപ്പ് എഴുതാൻ ചോദിക്കും. ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ട് ബാൽവിൻ. അതുപോലെ കറപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സും കാര്യങ്ങളും എടുക്കാം എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് സർവീസസ് ആർ നോട്ട് പ്രൊവൈഡഡ്. ഓക്കെ, എങ്ങനെ നമുക്ക് ഡിസ്കറേജ് ചെയ്യാം, പണിഷ്മെൻറ്റ് കൊടുക്കാം, അവയർനെസ് കൊടുക്കാം, ലീഗൽ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാം, ന്യൂ ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, കറപ്ഷനെതിരെ പോരാടുന്നവർക്ക് നമ്മളാൽ കഴിയുന്നത്ര സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ഒരു സ്ക്രിപ്റ്റ്, നമ്മളൊരു പ്ലേ തുടങ്ങാൻ പോവുകയാണ്, അപ്പോൾ അതിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ഇത് നമുക്കിപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം തന്നെയാണ്. ഒരു സ്കിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കണം. ഗുഡ് മോർണിംഗ് എവരിബഡി, ഐ എം അഞ്ജലി ചന്ദ്രൻ, പ്രിവിലേജ് ടു ഇൻട്രൊഡ്യൂസ് ടു എ ന്യൂ പ്ലേ അവർ ഓഫ് ട്രൂത്ത് എന്ന പ്ലേ നമ്മൾ ഇവിടെ സ്കൂളിൽ വെച്ച് നടത്താൻ പോവുകയാണ്. അതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് റോബർട്ട് ബാൽവിൻ, 12th സയൻസ് ക്ലാസ് 12 സയൻസിലെ ജെറോമാണ് ആക്ട് ചെയ്യുന്നത്. റോബർട്ട് ബാൽവിൻ്റെ വൈഫായിട്ട് മാർത്ത ആക്ട് ചെയ്യുന്നത് അശ്വതിയാണ് സയൻസിൽ. മഹേഷാണ് ബാൽവിൻ്റെ സണ്ണായിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ആരൊക്കെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്? അവസാനം ഹിയർ സ്റ്റാർട്ട്സ് എ പ്ലേ, എൻജോയ് ഇറ്റ് എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുക. അടുത്ത റോബർട്ട് ബാൽവിൻ ഒരു ഡയറി എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു ഡയറി എൻട്രി വരുന്നത്? നേരത്തെ പറഞ്ഞ കൊണ്ട് ആ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. 3 വീൽഡ് റവല്യൂഷനിൽ റിക്ഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നൊരു ചോദ്യമുണ്ട്, വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു സീറ്റും കൂടെ ആഡ് ചെയ്യാം. എല്ലാ ഇമ്പോർട്ടൻറ്റ് ടെലിഫോൺ നമ്പേഴ്സ് കൊടുക്കാം. ഡബിൾ ഡെക്കർ റിക്ഷയാക്കാം. അതുപോലെ ഒരു എക്സോട്ട് തന്നിട്ട് അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എഡിറ്റ് പാരഗ്രാഫ് ഉണ്ട്. അതുപോലെ ഇർഫാൻ അലം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് റിസ്ക് ടു അച്ചീവ് ഡ്രീംസ്. നമുക്ക് ഡ്രീംസ് അച്ചീവ് ചെയ്യണമെങ്കിൽ റിസ്ക് എടുക്കണം എന്നതാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം റിസ്ക് എടുക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ, അതൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ എൻ്റർപ്രനർഷിപ്പ് എങ്ങനെയാകാം, ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ രീതിയാണ് പറയുന്നത്. നോക്കിക്കോണം, ഇവിടെ ഒരു ഹെഡിങ് പറഞ്ഞിട്ടുണ്ട്, എ സക്സസ്ഫുൾ എൻ്റർപ്രനർ എന്നൊരു ഹെഡിങ് കൊടുക്കുന്നു. അതിനുശേഷം താഴെ April 26 ഒരു സ്ലാഷ് കൊടുത്തിട്ട് എഴുതുന്ന ആളുടെ പേര്, ഓക്കെ, ഡേറ്റും അതുപോലെ തന്നെ എഴുതുന്ന ആളുടെ നെയിമും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ബ്ലോഗ് റൈറ്റപ്പ് ചെയ്യുന്നത്. അതുപോലെ റെസ്യൂമും ബയോഡേറ്റയും കൊടുത്ത് ഒരു ആപ്ലിക്കേഷൻ, ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ചോദ്യം കാണും. ദീദി എന്ന ചാപ്റ്ററിലാണെങ്കിൽ ആകാംക്ഷ, ദീദിനെ അതായത് ഷഹീൻ മിസ്രിനെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരമാണ് വരുന്നത്. നമ്മളെ മോഡലിനും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ബീന കണ്ണൻ ഇൻ്റർവ്യൂ ചെയ്യാൻ. അതുപോലെ മോഡലിന് മറ്റൊരു ചോദ്യമായിരുന്നു ഒരു ഫിലിം റിവ്യൂ എഴുതാനുള്ള ചോദ്യം. അപ്പോൾ നമ്മളൊരു നേരത്തെ മുൻകൂട്ടി ഒരു റിവ്യൂ ഒക്കെ പഠിച്ചു വെച്ചിട്ട് പോവുകയാണെങ്കിൽ, ഒരു ഫിലിമിൻ്റെ കാര്യങ്ങളും ഡയറക്ടറിൻ്റെ പേരുമൊക്കെ പഠിച്ചു വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തിങ്കിങ് ടൈം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും തീർച്ചയായും. വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഡിഡ് ഷഹീൻ ഫേസ് വെൻ ഷീ സെറ്റിൽഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഷഹീൻ മിസ്രി സെറ്റിൽ ചെയ്ത സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഷഹീന് ഫേസ് ചെയ്യേണ്ടി വന്നത്? വെൻ ഷഹീൻ എക്സ്പ്ലെയിൻ ഹർ സ്ട്രോങ് ഡിസൈർ ടു സ്റ്റേ ബാക്ക് ഇൻ മുംബൈ,
Parents advised her caution that living in the city would be vastly different from her current vacation experience. അപ്പോൾ അവൾ ഷഹീൻ ഇന്ത്യയിൽ താമസിക്കാൻ അല്ലെങ്കിൽ മുംബൈയിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ പാരൻസ് അഡ്വൈസ് ചെയ്തു, നീ വെക്കേഷന് വന്ന് കണ്ട് പോകുന്ന കൂട്ടല്ല, ഇവിടുത്തെ സ്റ്റേ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്ന് പറയുന്നു. അതുപോലെ മറ്റു പ്രശ്നം എന്താണ്, പാരൻസിൻ്റെ സൈഡിൽ നിന്നുമുള്ള ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് അഡ്മിഷൻ. സെൻറ്റ് സേവിയർ കോളേജിൽ അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം റിജക്റ്റ് ആവുകയാണ്. അങ്ങനെ അവിടുത്തെ ഫാദർ ഡിക്രൂസിനെ മെറ്റ് ചെയ്യുമ്പം കൂടിക്കാഴ്ചയിൽ പ്രിൻസിപ്പൽ പറയുന്നു ഐഡിയാസ് ആളുടെ ആ ഒരു പുവർ ചിൽഡ്രൻ ഓഫ് ഇന്ത്യയ്ക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ഐഡിയ പറയുമ്പം അവിടുത്തെ ഫാദർ അഡ്മിഷൻ ശരിയാക്കുകയാണ്. ആൻഡ് കോൺവെർസേഷൻ്റെ അവസാനം അഡ്മിഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ സെൻറ്റ് സേവിയേഴ്സിലെ അക്കാഡമിക് സിസ്റ്റം ഡിഫറൻ്റ് ആണ്, US അവൾ പഠിച്ച രീതിയിലുള്ള നിന്നും വ്യത്യസ്തമാണ്, ഒരു ബുക്കിഷ് സിസ്റ്റമാണ് ഇന്ത്യയിൽ എന്നത് മനസ്സിലാക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആണ്. ആൻഡ് അതുപോലെ തന്നെ സിറ്റിയിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും എന്ന്, ക്ലാസ് റൂമിൽ നിന്ന് ഉപരിയായിട്ട് സിറ്റിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മുംബൈയിലെ പല സ്ലംസും അവൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നത് ഭയങ്കരമായിട്ടുള്ള ഇന്നിക്വാളിറ്റി അവിടെ കാണുന്നു. അങ്ങനെയാണ് ആകാംക്ഷ എന്ന ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തിങ്കപ്പ് ചെയ്യുന്നത്. ആൻഡ് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ടു പുവർ ചിൽഡ്രൻ ഇൻ ഓർഡർ ടു ഫൈൻഡ് എ സ്പേസ് ഫോർ ആകാംക്ഷയ്ക്ക് ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടി പല സ്കൂളിലും ചെല്ലുന്നു. അതിൻ്റൊന്നും കിട്ടുന്നില്ല. അവസാനം അവളുടെ ആ ഒരു ഐഡിയയ്ക്ക് വില്ലപ്പ് ചെയ്യുന്ന ആരും തന്നെ കിട്ടുന്നില്ല. ആൻഡ് അവസാനം അവൾക്ക് സ്പേസ് കിട്ടുന്നു. എവിടെ? ഹോളി നെയിം ഹൈസ്കൂൾ, കൊളാബയിലെ ഹോളി നെയിം ഹൈസ്കൂളിൽ സ്പേസ് കിട്ടുന്നു. ഇതൊക്കെയാണ് അവൾ നേരിട്ട കുറച്ചധികം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ചോദ്യം എന്തൊക്കെ ചോദിക്കാൻ അപ്പോൾ ഒന്ന്, ഹൂ ഇൻസ്പയർഡ് യു ടു ബിഗിൻ ദ സോഷ്യൽ എൻ്റർപ്രൈസ്? ഒരു സിൽവർ സ്പൂണിൽ, ഹാവിങ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ യു ക്യാൻ ഹാവ് ലെഡ് എ ലക്ഷറിയസ് ലൈഫ്. ഒരു വളരെ ആഡംബര ജീവിതം താങ്കൾക്ക് നയിക്കാൻ കഴിയുമായിരുന്നു. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് പുവർ ചിൽഡ്രൻസിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചത്? എങ്ങനെയാണ് ഈ പേര് താങ്കൾക്ക് കിട്ടിയത്? എന്തെങ്കിലും ഒരു പ്ലാൻസ് ഉണ്ടോ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തിലേക്കും ഈ ഒരു ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ? ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള സെൻറ്റൻസ് ആയിരിക്കും എഡിറ്റ് ചെയ്യാനായിട്ട് തരുന്നത്, പാസേജ് എഡിറ്റിങ്ങിനായിട്ട് തരുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളും വരുത്തി തരുന്നത് അതായിരിക്കും. അതുപോലെ ഇവിടെ വേറൊരു ചോദ്യം നോക്കിയോ, നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാരഗ്രാഫ് തന്നിരിക്കുകയാണ്. വിച്ച് പ്രോഗ്രാം ഈസ് റെഫർ ടു ഹിയർ? പ്രോഗ്രാം ഇതാണ്, സെൻറ്റൻസ് ഇതാണ്. ദ പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർഗാനിക്കലി ഓവർ ഇയേഴ്സ് ആൻഡ് ലൈക്ക് എ സൂപ്പ് മെയ്ഡ് ബൈ ഷെഫ്സ് tossing in what's needed. After each tasting a blend all its own, the stock ingredients were basic English and maths. ഇത്രയും കാര്യങ്ങളാണ്. വിച്ച് പ്രോഗ്രാം ഇസ് റെഫർ ടു ഹിയർ? ആൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നെയ്ഡ് ആകാംക്ഷ ആണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഹൂ ആർ റെഫർ ടു ആസ് ദ ഷെഫ്സ്? ഷെഫ് എന്ന് റെഫർ ചെയ്യുന്നത് ആകാംക്ഷയിലെ വോളണ്ടിയേഴ്സിനെയാണ്. നാച്ചുറലി എന്ന വേർഡ് മീൻ ചെയ്യുന്നത് ഓർഗാനിക്കലി എന്ന വേർഡാണ്. പിന്നെയും അതുപോലൊരു പാരഗ്രാഫ് തന്നിട്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത റൈറ്റ് 3 sentences എക്സ്പ്രസിങ് യുവർ സിമ്പതി ആൻഡ് സപ്പോർട്ട് ടു ഷഹീൻ മിസ്ട്രി. ഷഹീൻ മിസ്ട്രിക്ക് പല സ്ഥലത്ത് ചെന്നപ്പോഴും ഒരു റിജക്ഷൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഒരു സ്ഥലത്തും സ്പേസ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് പറയും ഷഹീൻ മിസ്ട്രിയുടെ ഫ്രണ്ട് ആണെങ്കിൽ? ഐ ആം സോറി ടു സേ ദാറ്റ് ഐ കാൺ ഹെൽപ്പ് യു ഇൻ സച്ച് എ സിറ്റുവേഷൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നോർത്ത് സോറി പറയുന്നു. നിർഭാഗ്യം തന്നെയാണ് ഇങ്ങനെ ആരും എനിക്ക് ഈ ഒരു പെർമിഷൻ തരുന്നില്ല എന്നത്. നമ്മളിത് ഒരു കാഷ്വൽ ടോക്ക് രീതിയാണ്. അടുത്തത് പറഞ്ഞാൽ ഐ പ്രോമിസ് ടു ഗിവ് മൈ ഫുൾ സപ്പോർട്ട് ടു യു. എൻ്റെ ഫുൾ സപ്പോർട്ട് നിനക്ക് തരാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അടുത്തൊരു ആപ്ലിക്കേഷൻ ലെറ്ററാണ്. അപ്പോൾ ചോദ്യം വരുമ്പോൾ ആദ്യം ഇവിടെ നമ്മളൊരു മാഗസീനിലായാലും ഒരു ജോബിൻ്റെ ഒരു വേക്കൻസി കാണിക്കുന്നൊരു ഇത് വരുന്നു. അതിനുശേഷം പറയുന്നു റീഡ് ദ എബോ അഡ്വർടൈസ്മെൻറ്റ് ഗിവൺ ബൈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് സമ്മാൻ ഫൗണ്ടേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സീനിയർ അസിസ്റ്റൻറ്റ് ആൻഡ് ഡ്രാഫ്റ്റ് എ ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ വിത്ത് എ യൂണിക് റെസ്യൂം.
ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂം സഹിതമുള്ളൊരു ആപ്ലിക്കേഷൻ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് ചോദ്യം വരുന്നത്. സോ ആൻസർ ആയിട്ട് നമ്മൾ എന്താണ് ആദ്യം ഫ്രം അഡ്രസ്സ് എഴുതുന്നു. കാവ്യ MP, ഹൗസ് നമ്പർ XV, കോതമംഗലം PO, എറണാകുളം. അത് കഴിഞ്ഞ് 2 എവിടാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്, സമാൻ ഫൗണ്ടേഷൻ, ചാണക്യപുരി കിസാൻ മാർഗ്, ന്യൂഡൽഹി. അത് കഴിഞ്ഞ് ഫ്രം കഴിഞ്ഞ് ഡേറ്റ് ഉണ്ട്. ആക്ച്വലി ഇവിടെ ഡേറ്റ് ഈ ചോദ്യത്തിൽ ഇതിനകത്ത് ഡേറ്റ് കൊടുത്തിട്ടില്ല. നമ്മൾ ആക്ച്വലി ഫ്രം കഴിഞ്ഞ് ഡേറ്റ് എഴുതണം. ഫ്രം ഡേറ്റ് 2 സല്യൂട്ടേഷനായ സർ, അതിനുശേഷം സബ്ജക്റ്റാണ്. ദിസ് ഹാസ് റെഫറൻസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ് ഫോർ സീനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള അഡ്വർടൈസ്മെൻറ്റിന് ആസ്പദമായാണ് ഈ ഒരു ലെറ്റർ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ സെൽഫ് ഇൻട്രോ ആണ്. ഐ ആം കാവ്യ. ഇനി നമ്മൾ എന്താണ് ആക്ച്വലി നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സോഷ്യൽ വർക്ക്സ്, MSWയിൽ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. എവിടെ നിന്നും എന്നുള്ളത് പറയുന്നു, MG യൂണിവേഴ്സിറ്റി ഇൻ കേരള. ആൻഡ് ഐ ഹാവ് ഫൗണ്ട് ദാറ്റ് മൈ ക്വാളിഫിക്കേഷൻ, ഞാൻ താങ്കളുടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് പേജ് സെർച്ച് ചെയ്ത് എൻ്റെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഈ ഒരു ജോബിന് സ്യൂട്ടബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. എൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസ്യൂം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എ ഡീറ്റെയിൽഡ് റെസ്യൂം ഇസ് ഗിവൺ ബിലോ ഫോർ യുവർ കൈൻഡ് പെർസ്വൽ. ഈ സെൻറ്റൻസ് ഒക്കെ നോക്കി വെക്കുക, നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ആൻഡ് ഇറ്റ് വിൽ ബി എ പ്ലഷർ ഫോർ മീ ടു അപ്പിയർ ബിഫോർ യു ഫോർ എ പേഴ്സണൽ ഇൻ്റർവ്യൂ. ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വേണ്ടി താങ്കളുടെ മുൻപിൽ അപ്പിയർ ചെയ്യാൻ കഴിയുക എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. യുവേഴ്സ് ഫേസ്ഫുള്ളി സൈൻ കൊടുക്കുന്നു. ഇവിടെ ഒരു നെയിമിൽ ഒരു ചെറിയ സ്റ്റാർട്ടിങ്ങിൽ കാവ്യ കൊടുക്കുന്നു, ലാസ്റ്റ് സ്വപ്ന എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് മിസ്റ്റേക്കാണ് ആക്ച്വലി. അത് കഴിഞ്ഞ് ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂം നോക്കുക, നെയിം കൊടുക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു, പെർമനൻറ്റ് അഡ്രസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ലാംഗ്വേജസ് നോൺ, അതർ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഹോബീസും അതർ ഇൻട്രസ്റ്റും എന്തൊക്കെയാണ്, പിന്നെന്താ താഴെ ഒരു ഡിക്ലറേഷൻ നോട്ട്, ദാറ്റ് ഈസ് നോട്ട് നെസസറി പക്ഷേ വേണേൽ കൊടുക്കാം. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ എബോ ഇൻഫർമേഷൻ ഈസ് ട്രൂ ആൻഡ് കറക്റ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. ഒരു ഡിക്ലറേഷൻ നോട്ട് കൊടുക്കുന്നു, പ്ലേസും ഡേറ്റും സിഗ്നേച്ചറും നെയിമും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നമ്മളൊരു ബ്ലോഗ് റൈറ്റപ്പ് ചെയ്യുമ്പം ഇവിടെ സക്സസ്ഫുൾ എൻ്റർപ്രനർ, April 26, അപർണ രാജ്. I have read the interview with Irfan Alam and the founder and chairman of Samman Foundation, and I was greatly thrilled on reading about new ideas. He has implemented innovations such as advertising and providing mobile cards, newspaper, first aid, water juice. ഞാൻ ആ ഇൻ്റർവ്യൂ എല്ലാം വായിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഐഡിയ കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഇൻഫ്ലുവൻസ് ആയിരിക്കുകയാണ്. ആൻഡ് ആ ഒരു റിക്ഷയിൽ അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ മൊബൈൽ കാർഡ്, ന്യൂസ് പേപ്പറും ഒക്കെ വെക്കുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആയിരുന്നു. ആൻഡ് അലം വാസ് ഓൾസോ ദ ഫസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷ. ഇന്ത്യയിലെ പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഇർഫാൻ അലം തന്നെയാണ്. ആൻഡ് ഓൾസോ എ ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രനർ, അലാംസ് എഫേർട്സ് ടു എംപവർ ദോസ് അറ്റ് ദ ബോട്ടം ഓഫ് ഇന്ത്യസ് സോഷ്യൽ ഹൈറാർക്കി ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് വൈഡ്ലി. ഇർഫാൻ അലമിൻ്റെ ആ ഒരു എംപവർമെൻറ്റ് വളരെയധികം ഒരു ശ്രദ്ധ എടുത്തു. ആൻഡ് ബിസിനസ് ബാസികർ അവാർഡ് അദ്ദേഹത്തിന് നേടി. ഒരു കോമ്പറ്റീറ്റീവ് റിയാലിറ്റി ഷോയിൽ അദ്ദേഹം നേടിയെടുത്തു. എന്താണ് ബിസിനസ് ബാസികറിൽ. അവിടെ വേൾഡ് ബാങ്ക് ഇന്നോവേഷൻ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്തു. ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യയിലും വന്നു. ആൻഡ് ഗ്രേറ്റ് ഇന്നോവേറ്ററാണ്. പുവർ റിക്ഷ പുള്ളേഴ്സിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു. നമുക്ക് അദ്ദേഹത്തിന് ഒരു റോൾ മോഡലാക്കി വെക്കാൻ കഴിയും. ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എഴുതാം. അപ്പോൾ എന്തൊരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടേതായ അഭിപ്രായങ്ങളും ചേർത്ത് എഴുതുന്ന ഒരു കാര്യമാണ് ബ്ലോഗ്. ഓക്കെ. ആൻഡ് ഫോമർ US പ്രസിഡൻ്റായ മിസ്റ്റർ ഒബാമ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നത്, യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ. ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഒരു വളരെ കഠിനമേറിയ ഒരു പ്രവൃത്തിയും ജോലിയാണ് താൻ നിർവഹിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞത്. റോബർട്ട് ബാൽവിൻ്റെയും ഗ്രഷമിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ, റോബർട്ട് ബാൽവിൻ സെക്രട്ടറിയാണ് ഗ്രഷമിൻ്റെ ബാങ്കിലെ. ഗ്രഷം എൻ്റെ ബോസായിരുന്നു. ടെലിവിഷൻ ചാനലിൽ റോബർട്ട് ബാൽവിൻ ഒരു ഡിസ്കഷന് വേണ്ടി വന്നിരിക്കുകയാണെങ്കിൽ റോബർട്ട് ബാൽവിൻ എന്തായിരിക്കും പറയുന്നത്? ഐ ആം റോബർട്ട് ബാൽവിൻ, ദ സെക്രട്ടറി ആൻഡ് വർക്കിംഗ് അണ്ടർ മിസ്റ്റർ ഗ്രഷം. He was my boss and I never knew that he misappropriated money from his own bank.
He is ready to do anything for hiding his corrupted nature, and only when the bank wrecked I came to know about the crisis. എൻ്റെ പേര് റോബർട്ട് ബാൽവിൻ എന്നാണ്. ഞാൻ മിസ്റ്റർ ഗ്രഷമിൻ്റെ ബാങ്കിലെ സെക്രട്ടറി ആണ്. ആൻഡ് എൻ്റെ ബോസ് ബാങ്കിലെ മിസ്അപ്രോപ്രിയേഷൻ ഫണ്ട് തിരിമറി നടത്തിയെന്നുള്ള കാര്യം ആക്ച്വലി ഈ ഒരു ന്യൂസ് പുറത്ത് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല, ഞാൻ ഇന്നസെൻ്റ് ആണിതിൽ എന്നൊക്കെ പറയുകയാണ്. ഓക്കെ, ഞാൻ എപ്പോഴും എൻ്റെ ഡെപ്പോസിറ്റേഴ്സിനെ എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാനും ഗ്രഷമും നല്ല ഗുഡ് സിൻസിയർ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എല്ലാ കാര്യങ്ങളും മീഡിയയ്ക്ക് മുൻപിൽ പറഞ്ഞ് ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കോർട്ടിന് മുൻപിൽ ഇത് പറയുന്നുള്ളൂ എല്ലാം. അടുത്ത പറയുകയാണ്, മിസ്റ്റർ ഗ്രഷം ഓഫേർഡ് മീ $100,000 ടു സേ ജസ്റ്റ് 3 words. 3 words പറയാൻ വേണ്ടി പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഒരു വിരോധാഭാസമുണ്ട് ഇതിൽ അല്ലേ. മിസ്റ്റർ ഗ്രഷം എനിക്ക് $100,000 ഓഫർ ചെയ്തു. എന്തിനു വേണ്ടി? ഐ ഡോണ്ട് നോ, എനിക്കൊന്നും ഓർമ്മയില്ല അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന 3 വേർഡ് പറയാൻ വേണ്ടി മാത്രം ഇത്രയും രൂപ എനിക്ക് ഓഫർ ചെയ്തു തന്നു. ആൻഡ് പക്ഷെ ഞാൻ എന്ന് പറയുന്നത് പൈസയേക്കാൾ കൂടുതൽ എൻ്റെ ഒരു സത്യസന്ധതയ്ക്ക് മൂല്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഫാമിലി മെമ്പേഴ്സ് വരെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ആ ഒരു കൈക്കൂലി പണം സ്വീകരിക്കത്തില്ല. എൻ്റെ ഫ്രണ്ടിനെ ജയിലിലേക്ക് വിടുന്നതിൽ നിന്ന് സഹായിക്കുമെങ്കിൽ പോലും ഞാനിത് സ്വീകരിക്കില്ല ഈ പണം. കാരണം അത് എന്നോട് തന്നെ, എൻ്റെ മനസ്സാക്ഷിയോട് തന്നെ ഞാൻ ചെയ്യുന്നൊരു ഏറ്റവും വലിയ തെറ്റായിരിക്കും, അതായത് ദ്രോഹമായിരിക്കും. ഞാൻ എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്ത് നിലകൊള്ളുന്നൊരു വ്യക്തിയാണ്. മിസ്റ്റർ ഗ്രഷം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമത്തിൻ്റെ മുൻപിൽ തന്നെ വരട്ടെ. എനിക്കെൻ്റെ സങ്കടം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ആളുടെ കൺഫെഷൻ കേട്ടപ്പോൾ താൻ തന്നെയാണ് ചെയ്തതെന്ന് ആ ഒരു കുറ്റം ഏറ്റു പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് അറിയാതെ ഒരു വലിയ തെറ്റാണ് ചെയ്തതെങ്കിലും അതുപോലെ തന്നെ ആ പണിഷ്മെൻറ്റ് ചെയ്തു എന്നത് അക്സെപ്റ്റ് ചെയ്യുന്നു. ദൈവം എല്ലാവിധ ഒരു മനക്കരുത്തും അദ്ദേഹത്തിന് കൊടുക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അവസാനം, ഐ എം ഷുവർ ദാറ്റ് ദ ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. പോസിബിൾ ഡയറി എൻട്രി വരുമ്പോൾ ഡയറി എൻട്രി എഴുതുമ്പോൾ ആദ്യം വേണ്ടത് ഡേ വേണം, സാറ്റർഡേ, September 24, 2023. ഇനി നെക്സ്റ്റ് പറയുമ്പം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഡിയർ ഡയറി. ഓക്കെ, ഡയറി എൻട്രിയുടെ ഒരു ഫോർമാറ്റിൽ ഡിയർ ഡയറി എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എഴുതി പോകുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ പാർട്ട് 1 വീഡിയോ ഇവിടെ തിരികെയാണ്. പാർട്ട് 2 വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എക്സാമിനേഷൻസ്. എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് ആക്ച്വലി എൻ്റെ സ്ട്രെങ്ത്. അതാണ് ഞാൻ ഈ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്നത്. ഇപ്പോൾ തന്നെ ടൈം ആക്ച്വലി 1:55 AM ആണ് ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ടൈം. അപ്പോൾ ശരി, ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.